ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കറിപ്പായസം അല്ലെങ്കിൽ മധുരപ്പിടി. ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് കടലപ്പരിപ്പ് നമുക്കൊരു കുക്കറിലോട്ട് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെന്തുടഞ്ഞു പോകാൻ പാടില്ല, ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. പായസത്തിൽ ഈ കടലപ്പരിപ്പ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെന്തുടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതാ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര മുഴുവനായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് ടൈം തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഇനി ഞാനൊരു കപ്പ് അരിപ്പൊടിയാണ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാ പത്തിരിപ്പൊടിയാണ്. ഇനി നമുക്ക് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഈ ഒരു പൊടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള പിടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒരു ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില മതി. ഇനി ഇത് നന്നായിട്ടിങ്ങനെ കൈകൊണ്ടൊന്ന് ഇതേപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പിടികളായിട്ട് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ പിടിയുടെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പിടി ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടും നമുക്കിതേപോലെ പിടി ഉരുട്ടിയെടുക്കാം. പിടി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം എന്ന് തന്നെ ഇല്ല, കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ടും പിടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ സ്റ്റീമറിലേക്ക് വെക്കുകയാണ്. ഇനി ഇതൊരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പിടിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ പിടിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ പിടിയുടെ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇതിലോട്ട് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാൽ നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ 2-ാം പാൽ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് യോജിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് വരുന്നവരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതാ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അരിപ്പൊടിയുടെ ആ ഒരു പച്ചച്ചുവയൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പായസം കുറുകി വരും. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏലക്കായുടെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 2 ഏലക്കായ കൂടെ ചേർത്തിട്ടാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ എത്രത്തോളം ഒഴിക്കുന്ന അത്രയും ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ നമ്മൾ 2-ാം പാൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ
തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതാ 1 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറിപ്പായസം അല്ലെങ്കിൽ മധുരപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് താളിക്കുന്നവരുണ്ട്. താളിക്കാതെ ഇങ്ങനെ തന്നെയാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്